എല്ലാവർക്കും നമസ്കാരം. നല്ല ഫ്രഷ് കുഞ്ഞമത്തി കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഒരു പീര എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം, നല്ല ടേസ്റ്റിയുമാണ് ഇത്. മത്തി നന്നായിട്ട് വൃത്തിയാക്കി എടുത്തു. അതിനുശേഷം ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയ മത്തിയാണിത്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ട് വേവിച്ചെടുക്കുക. വേവിക്കുന്നതിന് മുമ്പ് കുറച്ച് കുടംപുളി ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് മതി കേട്ടോ, ചേർത്ത് കൊടുക്കുക. മത്തി നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇനി വെള്ളം ഒന്ന് വറ്റണം. ഇതിലേക്ക് ചേർക്കാനായിട്ട് 1 കപ്പ് തേങ്ങ ചിരകിയത്, ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 4 വെളുത്തുള്ളി ഇട്ടു, കുറച്ച് പച്ചമുളക് ഇട്ടു, ഒരു 4-5 പച്ചമുളക് ഇട്ടു, ഇഞ്ചി, ചെറിയ ഉള്ളി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ചതച്ചെടുക്കുക. കുറച്ച് കറിവേപ്പില ഇടുക. എല്ലാം ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് തേങ്ങയും ഒന്ന് ചതച്ചെടുക്കാം. തേങ്ങയും ഒക്കെ ചതച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാം കൂടി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മത്സ്യത്തിൻ്റെ വെള്ളമൊക്കെ വറ്റി നമുക്ക് ചതച്ച് വെച്ച തേങ്ങ, ഉള്ളി, പച്ചമുളക് ഒക്കെ ചേർത്ത് കൊടുക്കുക. പതുക്കെ ഇളക്കി കൊടുക്കുക. അങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മത്തി പീരയാണത്. ഇനി ഇതിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ കുറച്ച് നല്ലോണം ഒഴിച്ച് കൊടുക്കുക. അതോടെ കറി റെഡിയായി. കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പീര, മത്തി പീര റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്തു. മത്തി പീര റെഡിയായി.